എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പാൻ കാർഡുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും 2025 വർഷം അവസാനിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ വർഷം മിക്ക മാസവും ഒട്ടനവധി സാമ്പത്തിക മാറ്റങ്ങളാണ് രാജ്യത്തുണ്ടായത്. 2025 അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ITR ഫയലിംഗ് ആണ്. അതായത് 2024-25 സാമ്പത്തിക വർഷത്തേക്ക് വൈകിയതോ പുതുക്കിയതോ ആയിട്ടുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. ഈ സമയപരിധിക്ക് ശേഷവും പ്രക്രിയ പൂർത്തീകരിച്ചില്ല എങ്കിൽ 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് 1000 രൂപ വരെയാണ് പിഴ നൽകേണ്ടത്. ഈ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പേ ITR ഫയൽ ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ആധാർ പാൻ ലിങ്കിങ് ആണ്. ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് 2024 ഒക്ടോബർ 1 അതിനു മുമ്പായിട്ടോ ആധാർ സ്വന്തമായിട്ടുള്ളവർക്കാണ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ഇതിൻ്റെ അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ഇത് ലിങ്ക് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലായെങ്കിൽ 2026 ജനുവരി 1 മുതൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതാണ്. മാത്രവുമല്ല, ഇതോടുകൂടി ബാങ്കിങ് ഇടപാടുകൾ, ആദായ നികുതി റിട്ടേൺ ഫയലിംഗ്, നിക്ഷേപങ്ങൾ, മറ്റ് സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെല്ലാം തന്നെ തകരാറിലാകുന്നതാണ്. തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ പാൻ ആധാർ ലിങ്കിങ് സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ സമയപരിധിക്ക് മുന്നേ തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ITR ഫയലിങ്ങും ആധാർ പാൻ കാർഡ് ലിങ്കിങ്ങും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ഇവ കൃത്യമായിട്ട് പുതുക്കില്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ്. അവസാന ദിവസത്തേക്ക് ഇത്തരം പ്രക്രിയകൾ മാറ്റിവെക്കാതിരിക്കുക. സാമ്പത്തിക തകരാറുകൾ സംഭവിച്ചാൽ അടുത്ത ദിവസങ്ങളിലേക്ക് കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ഒരു വേള ഡിസംബർ 31 നിങ്ങൾ ഇക്കാര്യങ്ങൾ തീർപ്പാക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ സെർവർ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ദിവസങ്ങൾ വീണ്ടും കാത്തിരിക്കേണ്ട സാഹചര്യവും ഉണ്ടാവുന്നതാണ്. അത് മുഖേന അമിതമായിട്ടുള്ള പിഴ ഈടാക്കുന്നതിലേക്കും നയിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ ഇതര NBS നീല, NBS വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള PH പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതിയിലും ഡിസംബർ 31 വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 31 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.